മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മേഖലാ അവലോകന യോഗങ്ങൾ വ്യാഴാഴ്ച തുടങ്ങും. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക, വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ജില്ലകളിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കുക തുടങ്ങിയവയാണ് യോഗങ്ങളുടെ ലക്ഷ്യം. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം എന്നീ ജില്ലകളിൽ യഥാക്രമം മെയ് 8, 15, 26, 29 തീയതികളിലായാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മേഖലാ അവലോകന യോഗങ്ങൾ നടക്കുക. ഓരോ യോഗത്തിലും ബന്ധപ്പെട്ട ജില്ലകളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവ ത്വരിതപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും. നടപടികളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ഉയർന്ന തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് നിർദ്ദേശം. 2023 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായാണ് ആദ്യ മേഖലാ യോഗങ്ങൾ നടന്നത്. അന്ന് യോഗങ്ങളിൽ പരിഗണിച്ചവയും എന്നാൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തവയ്ക്കും ഇത്തവണ പ്രാധാന്യം നൽകും. കൂടാതെ മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങളിൽ MLA-മാർ ഉന്നയിച്ച മണ്ഡലത്തിലെ പ്രധാന വികസന പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർമാർ പുതുതായി കണ്ടെത്തിയ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളും പരിഗണിക്കും. 2023 മേഖലാ അവലോകന യോഗങ്ങൾ ഫലപ്രാപ്തി കണ്ടതാണ് വീണ്ടും അത്തരത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പ്രേരകമായതെന്നാണ് സർക്കാർ വിശദീകരണം. അതേസമയം നവകേരള സദസ്സും സർക്കാരിന്റെ മേഖലാ അവലോകന യോഗങ്ങളും ധൂർത്താണെന്നും പൊതുജനത്തിന് ഒരു പ്രയോജനവും നൽകാത്തവയാണെന്നുമാണ് പ്രതിപക്ഷ വിമർശനം. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് അവലോകന യോഗങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.